നമ്മൾ അവർക്ക് ഏറ്റവും സ്വാദിഷ്ടമായിട്ട് വിളമ്പാൻ ശ്രമിക്കുക. അവരത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴാണ് അത് സ്വീകരിക്കുക എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനും ഉദാഹരണം എൻ്റെ കയ്യിലുണ്ട്. കണ്ണോട് കണ്ണായിടാം. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആൾക്കാർക്ക് രുചി കിട്ടിയത്. അപ്പം ഞാൻ എന്താ പറയുക, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എത്തേണ്ട ഒരു സമയത്തെ അത് അവർക്ക് ആ സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടട്ടെ, ഓക്കെയാണ്. പഥയാത്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആളുകൾക്കിടയിലേക്ക് പിന്നീട് ക്ലിക്കായി വന്ന ഒരു പാട്ട് കൂടിയാണ്. വളരെ സ്നേഹം നിറഞ്ഞ ഒരു ദിവസം. അപ്പോൾ ഇത്രയും കലാകാരന്മാർ ഒറ്റ മിഷനിലൊരു സംഭവം ചെയ്യുമ്പം അത് വെറുതെ പോകത്തില്ലല്ലോ. അതിൻ്റെ ഒരു ഞാനൊരു ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്ന പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് അതിൻ്റെ അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ആ ഷൂട്ടിൽ മ്യൂസിക് മോജോ ചെയ്തപ്പോൾ സുമേഷ് ലാൽ സാറും പുള്ളിയുടെ ടീമും എല്ലാവരും എത്ര ക്ഷമയോടുകൂടി അന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഷൂട്ട് അവസാനിച്ചത് ഫുൾ. അപ്പം അത്രയും ഒരു അഫെക്ഷൻ ഉണ്ട് ആ പാട്ടിൽ. അത് ലാസ്റ്റ് ഞാൻ അതിൽ പുള്ളിയെ ഹഗ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ആ വീഡിയോ എഴുതാൻ. ഞാൻ നാച്ചുറലി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ പാട്ടിങ്ങനെ ചിറക് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വേറെ ലോകത്താണ്. അപ്പോൾ കാര്യം ഞാൻ പാടി കഴിയുന്നു. അപ്പോൾ ഹരീഷ് അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് എലാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ചിറക് വെച്ച് പറന്നു പോകുന്നൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ കെട്ട് പിടിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അത് എഡിറ്റ് ചെയ്യും, ഞാൻ ഭയങ്കര ഓവറായിപ്പോയി. എന്നിട്ട് അതാണ് വെക്കാൻ അത് ഭയങ്കര നാച്ചുറലായിരുന്നു. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇരിക്കട്ടെ, അത് എല്ലാവരും പറയാം. ആ പാട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുള്ളിയെ ഹഗ് ചെയ്യുന്ന ഒരൊറ്റ സോളുണ്ട്. എൻ്റെ പിടിവിട്ടുപോയി. ഭയങ്കരമായിട്ട് ട്രാൻസിലായിരുന്നു. അല്ല, സന്തോഷം കൊണ്ടേ. അപ്പം ഞങ്ങളതിന് 3 ടേക്ക് എടുത്തുന്നുണ്ട് ഓർമ്മ. ഫസ്റ്റ് ടേക്കാണ് അത്. അപ്പം അത്രയും നന്നായിട്ട് 2ഉം 3ഉം കിട്ടിയിട്ടില്ല. അതാ പ്യൂരിറ്റിയാണ്. ഫസ്റ്റ് ടേക്ക് തന്നെയാണ്. ഇപ്പോഴും നമ്മളൊരു പെർഫെക്ഷന് വേണ്ടി 2ഉം 3ഉം ഒക്കെ എടുക്കും. പക്ഷേ പെർഫെക്ഷനിലേക്കാളും ഫീലിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി തന്ന കാര്യമാണ്. നമ്മളെ ഫീലിങ്സ് ഇമോട്ടീവായിട്ട് മ്യൂസിക് വരുമ്പോഴുള്ള റിസൾട്ടാണ് പദയാത്ര. സ്ട്രെയിറ്റ് ടു ഹാർട്ടായിട്ട് നമ്മൾ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പം വരുന്ന മ്യൂസിക്കും സ്ട്രെയിറ്റ് ടു ഹാർട്ടാവും എന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. ഞാൻ അതിലൊരു ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഒരു പറ്റിപ്പ് കലർപ്പ് എൻ്റെ മ്യൂസിക്കിൽ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റുമെങ്കിലേ അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ ഒരു പാട്ട് അത്രയും മനസ്സിൽ തട്ടാതെ അത് പാടാനും പാടാണ്. കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അത് എൻ്റെ കണ്ണുകളെ നിറയ്ക്കണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സിൻസിയറായിട്ട് ഒരു അപ്രോച്ച്, നമ്മുടെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് പറയാൻ അധികാരമില്ല, അത് ഓഡിയൻസ് തീരുമാനിക്കേണ്ടതെന്ന് പറയും. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ എഫേർട്ടിനെ കുറിച്ച് അറിയാമല്ലോ, നമ്മളുടെ അറ്റംപ്റ്റ് ഈസ് 100%. അപ്പോൾ അതുകൊണ്ട് അതിനെനിക്ക് ഉറപ്പുണ്ട് എഫേർട്ടിൽ. അത് ചിലപ്പോൾ അത് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ടായിട്ട് അത് വരുന്നതുകൊണ്ട് റിസൾട്ടും ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. എല്ലാ പാട്ടും അങ്ങനെ ആവണമെന്നുമില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഓഡിയൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനത് മാനിക്കുന്നു. അത് ഏറ്റവും സന്തോഷം.